പേര് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് പോകുന്നത് ബ്രസൽസിലേക്കാണ്. ബ്രസൽസിലെ 2 ഫേമസ് സ്പോട്ട്സ് ആയ അറ്റോമിയും അതുപോലെ തന്നെ മിനി യൂറോപ്പും കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹേസൽ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ അറ്റോമിയത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ആ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് അറ്റോമിയം, കുറച്ച് നടന്നാൽ മതി. അപ്പം നമ്മുടെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ വേൾഡ് ഫേമസ് അറ്റോമിയം. ഇതിനൊരു കഥയുണ്ട് കേട്ടോ, ഒരു ചരിത്രമുണ്ട്. അതായത് ബ്രസൽസിൽ ഒരു 1958 ഒരു വേൾഡ് ഫെയർ നടന്നു. അതൊരു എക്സിബിഷൻ, സയൻസ് എക്സിബിഷൻ പോലെയായിരുന്നു. അപ്പോൾ അതിൽ കുറേ സ്ട്രക്ചേഴ്സ് എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഈ അറ്റോമിയം എക്സ്പോ നമ്പർ 58 ആയിട്ട് ഇതും പ്രദർശിപ്പിച്ചു. അപ്പം ഈ എക്സ്പോ ഒക്കെ കഴിഞ്ഞു, എല്ലാ സ്ട്രക്ചറൊക്കെ നശിപ്പിച്ചെങ്കിലും ഈ അറ്റോമിയം മാത്രം എല്ലാവർക്കും ഒരു അട്രാക്ഷൻ. ആൾക്കാർ പിന്നെയും ഇത് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരു 1 ഇയർ എക്സിബിഷൻ കഴിഞ്ഞിട്ടും ഇതവിടെ നിലനിർത്തി. അപ്പം ഗവൺമെൻറ് ഒരു സംശയത്തിൽ നിന്ന് നശിപ്പിക്കണോ വേണ്ടേ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വന്നു. അങ്ങനെ ഈ അറ്റോമിയം മാത്രം ആ സയൻസ് എക്സിബിഷനിൽ ഇത് മാത്രം നശിപ്പിച്ചില്ല. ഇത് മാത്രം ഇന്നും ഈ നൂറ്റാണ്ടിലും ഇതവിടെ തലയുയർത്തി നിൽപ്പുണ്ട്. അങ്ങനെ ആ സയൻസ് എക്സിബിഷനിൽ നിർമ്മിച്ച ആ അറ്റോമിയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ അറ്റോമിയം. ഈ അറ്റോമിയത്തിനകത്ത് കണ്ടില്ലേ 9 സ്ഫിയേഴ്സ് ആണ് ഉള്ളത്. 9 സ്ഫിയർ. അതിൽ ഓരോ കുഴൽ വെച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൽ 6 സ്ഫിയറിൽ മാത്രം ആൾക്കാർക്ക് കയറാം, ബാക്കി എണ്ണത്തിൽ അവർ കയറ്റത്തില്ല. ആ കുഴലാണ് നമ്മുടെ എക്സ്കവേറ്ററും ലിഫ്റ്റും ഒരു സ്ഫിയറിൽ നിന്ന് മറ്റേ സ്ഫിയറിലേക്ക് പോകാൻ വേണ്ടി കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തൊരു സെക്ഷനിൽ ലിഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് സ്ഫിയറിൻ്റെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ഫിയറിൽ കയറി. ഇവിടെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് എക്സ്കവേറ്ററും ഉണ്ട്. അപ്പം ഞങ്ങൾ എക്സ്കവേറ്റർ വഴി ഈ താഴത്തെ സ്പിയറിൽ വന്നു, എക്സ്കവേറ്റർ വഴി അതിൻ്റെ മുകളിലോട്ട് പോയി. അപ്പം ഈ താഴത്തെ സ്പിയറിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഇതിൻ്റെ ചരിത്രവും അതൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ എക്സ്കവേറ്ററിൽ കയറുന്ന ഭാഗമായിട്ട് അത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്കവേറ്ററാണ് നമ്മൾ ഈ പോകുന്നത്. അതായത് ഒരു സ്പിയറിൽ നിന്ന് അടുത്ത സ്പിയറിലേക്ക്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തോ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ഇത് കുറച്ചിങ്ങനെ ലൈറ്റ്നിങ്, അതായത് ഈ ന്യൂറോൺസിൻ്റെ ആറ്റത്തിൻ്റെ ഫ്ലോ അതൊക്കെ വെച്ചിട്ടാണെന്ന് കൺസെപ്റ്റ് വെച്ചാൽ തോന്നുന്നു അവർ ഈ ലൈറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. LED ലൈറ്റ് ഒരു മായാലോകം നമുക്ക് കാണാൻ പറ്റും ഓരോ സ്പിയറിൽ. അതിൽ 6 സ്പിയറിൽ മാത്രമേ നമുക്ക് ആളുകളെ കയറ്റി വിടൂ. കണ്ടില്ലേ ഓരോരോ ലൈറ്റ്. അതിപ്പോൾ അടുത്ത ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, അടുത്തൊരു സ്പിയറിൽ എത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ലൈറ്റും പിന്നെ ഇങ്ങനെ ഇത് പാർട്ടി ഹാള് പോലൊക്കെ. അപ്പോൾ 6 സ്പിയറിൽ മാത്രമേ അവർ കയറ്റൂ. ബാക്കി സ്പിയറിൽ ഈ സുരക്ഷ കാരണം ആൾക്കാർ അധികം നടന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് സ്ട്രക്ചറിന് പ്രശ്നമുള്ളതുകൊണ്ട് ബാക്കി എണ്ണത്തിലൊന്നും കയറ്റത്തില്ല. 6 സ്പിയേഴ്സിൽ അവർ കയറ്റും. അപ്പം ഇന്നിത് കുറേ കൾച്ചറൽ സെൻ്ററായിട്ടും അതുപോലെ തന്നെ മ്യൂസിയം ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ആളുകൾക്ക് വാടകയ്ക്കൊക്കെ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ വേറൊരു സ്പിയറിൽ അടുത്തെത്തി. അവിടെ ഇതേപോലെ ചെറിയ ലൈറ്റിനിങ്ങും നമുക്കിങ്ങനെ ഭംഗി വരുന്ന പോലത്തെ ലൈറ്റിങ്ങും LED ലൈറ്റ്സിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. ഇത് പാർട്ടി ഹാളും മ്യൂസിയം ഒക്കെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ അതൊക്കെ ഒരു കുറച്ച് നേരം കൊണ്ട് കണ്ടു കഴിയുക. പക്ഷേ ഇത് നമ്മൾ ആ പുറത്തു നോക്കുമ്പം അതിൻ്റെ അകത്താണോ കയറിയെന്നുള്ള നമുക്കൊരു അതിശയം വരും. ഇതെങ്ങനെ പറ്റും? അപ്പോൾ ഒരു ലൈഫ് ലോങ് നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇങ്ങനെ കയറുന്നത്. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്ട്രക്ചർ ഇന്നൊരു മോഡേൺ ബിൽഡിങ്ങിൻ്റെ കൺസെപ്റ്റിലാണ് അന്നത്തെ ബെൽജിയത്തിലെ എൻജിനീയേഴ്സ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയും ബിൽഡിങ് ഉണ്ടാക്കാം, ഭാവിയിൽ ഇങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാണ് ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ നിർമ്മിച്ചത്. അപ്പോൾ ഒരു 9 സ്പിയേഴ്സിൽ അതിങ്ങനെ പ്രത്യേക രീതി കണക്ട് ചെയ്ത് അവർ നിർമ്മിച്ചു. അപ്പോൾ ആ കുഴലാണ് അവരിപ്പോൾ എന്താക്കിയത് ലിഫ്റ്റും എക്സ്കവേറ്ററും ഒക്കെ ആയിട്ട് നിർമ്മിച്ചത്. ഇപ്പം നമ്മൾ വേറൊരു സ്പിയർ ഇതിൻ്റെ മുകളിൽ കയറുമ്പം നമുക്ക് ഇങ്ങനെ പുറത്ത് അവരിങ്ങനെ ഗ്ലാസ് പോലെ, അപ്പം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ആ ഒരു ഗ്ലാസ് ഒരു സ്പിയറിൽ നിന്നാണ് മറ്റേ ഒരു സ്പിയറിനെ കാണുന്നത്. പിന്നെ ഇങ്ങനെ ലൈറ്റ് വേറെ സ്പിയറിൽ കുറേ തരം ലൈറ്റും ഇതിനൊക്കെ പ്രത്യേകിച്ച് ലൈറ്റിന് അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മളിങ്ങനെ ആസ്വദിച്ചു. അപ്പോൾ ഇതൊരു എൻജിനീയറിങ് ഒരു ഗുഡ് തിങ് ആണ്. എൻജിനീയറിങ് സ്ട്രക്ചറിൻ്റെ ഒരു ടെക്നോളജിയുടെ ഒരു ഗുഡ് തിങ് ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ആ സ്പിയർ വരെ കയറിയിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന ആ ലൈറ്റിങ്ങും നമ്മളിങ്ങനെ രസമുണ്ടായിരുന്നു. നമുക്ക് ഈ ലൈറ്റ് മാത്രമേ കാണൂ, ചുറ്റും അധികം അങ്ങനെ വെട്ടമൊന്നുമില്ല. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ചില്ലറ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴെ വന്നു കേട്ടോ.
താഴെ നമുക്കൊരു ചെറിയ സുവനീർ ഷോപ്പുണ്ട്. നമുക്ക് അതിൻ്റെ മോഡലൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സ്ഫിയറിൻ്റെ അവിടെ നമ്മളെ ഫോട്ടോ എടുക്കും. എന്നിട്ട് നമുക്ക് തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ പൈസ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫോട്ടോ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻറ്റ് ചെയ്ത കീ ചെയിൻസ് ആയിട്ട് കിട്ടും. നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത കീ ചെയിൻസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ ഇത് ഇവിടെ ഓരോ കൾച്ചറൽ ഈവൻ്റ് ഒക്കെ നടക്കാറുണ്ട് ഈ പുൽമൈതാനത്തൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ അതുപോലെ 2004-2006 പിന്നെ ഒന്നുകൂടെ റിനോവേറ്റ് ചെയ്ത് LED ഒക്കെ വെച്ച് ഇവർ റിനോവേറ്റ് ചെയ്ത്, അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഫുൾ LED ലൈറ്റ് പോലെ ഇതിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ മിനി യൂറോപ്പിലേക്ക് ഞങ്ങൾ നീങ്ങി. മിനി യൂറോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റിൽ കുറച്ച് റിഡക്ഷൻ ഉണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഓരോ കെട്ടിടങ്ങളുണ്ടല്ലോ, ഓരോ ഐക്കൺസ്, അതിൻ്റെ എല്ലാം മോഡൽസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ വന്ന് നമ്മളിങ്ങനെ വെൽക്കം ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ അവിടെ ഇങ്ങനെ മോഡൽ വെച്ചിട്ടുണ്ട്, യൂറോപ്പിലുള്ള എല്ലാ രാജ്യത്തിൻ്റെയും. ഇപ്പോൾ ബ്രെക്സിറ്റ് ആയപ്പം ലണ്ടൻ പോയെങ്കിലും ലണ്ടൻ്റെ ടവറും അവരുടെ ചർച്ചും ഒക്കെ അവിടെ മോഡലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോ കൺട്രിയുടെ അടുത്ത് ചെല്ലുമ്പം അവിടെ ഇങ്ങനെ ബട്ടൺ പോലുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൺട്രിയുടെ നാഷണൽ സോങ് കേൾക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഓരോരോ കൺട്രിയിൽ അതിൻ്റെ ഐക്കൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ സമ്മറി വരുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെ പിന്നെ അതുപോലെ ആ രാജ്യത്തെ ഓരോ ഭടന്മാരുടെ ഇതുണ്ട്, അവിടെ കയറി ഇന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ അതിൽ ഓരോ രാജ്യത്തിൻ്റെ ഓരോ മോഡലൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നീങ്ങി. അവിടെ ആ ഒരു യൂറോപ്പ് ഫുൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഫീലിംഗ് നമുക്ക് ഇത് മൊത്തം കണ്ടു തീരുമ്പോൾ നമുക്ക് കിട്ടും. കാരണം എല്ലാ രാജ്യവും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റണമെന്നില്ല. അപ്പം ആ രാജ്യത്ത് പോയില്ലെങ്കിലും അവിടെ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ അതിൻ്റെ ബട്ടൺ നിൽക്കുമ്പോൾ അവിടുത്തെ നാഷണൽ സോങ്ങും നമുക്ക് കാണാനും പറ്റും, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാനും പറ്റും. യൂറോപ്പിൽ ബെൽജിയത്തിലാണ് ഈ മിനി യൂറോപ്പെങ്കിലും ബെൽജിയത്തിൻ്റെ മെയിൻ കെട്ടിടങ്ങളും പള്ളിയൊക്കെ ഇവിടെ മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് അത് ആ രാജ്യത്തിൻ്റെ എന്താണെന്നൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ ആ രാജ്യത്ത് ഒരു രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇത് ബെൽജിയത്തിൻ്റെയാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ആ രാജ്യത്ത് പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് രാജ്യത്ത് പോയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ജസ്റ്റ് വീഡിയോ എടുത്ത് പോയതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഏത് രാജ്യമാണ് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളിത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മൾ പോയിട്ടുള്ള രാജ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതിൽ അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷേ നമുക്ക് പോവാത്ത രാജ്യങ്ങളൊന്നും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടു പോകുന്നുണ്ടായിരുന്നു. ഇത് ഏറ്റവും നല്ലത് സമ്മറിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സമ്മറിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഓരോ ആ രാജ്യത്തിൻ്റെ മെയിൻ കെട്ടിടങ്ങളും അവിടെ ഇങ്ങനെയൊക്കെയാണ്. നെതർലൻഡ്സിൻ്റെയും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബെൽജിയത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നെതർലൻഡ്സിൻ്റെ ഡെമോ അവർ വെച്ചിരുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇന്നത്തെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു, വീട്ടിൽ പോയി. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ. ടിൽ ദെൻ ബൈ ബൈ, സീ യു.